everyone, welcome back to Xylem Learning. It's me, Muhammad Shafiq PK, your chemistry teacher. മക്കളെല്ലാവർക്കും ഹാപ്പി ആയി നല്ല സന്തോഷത്തോടു കൂടി ഈ വർഷത്തെ SLCയിലേക്ക് കടന്നിട്ടുണ്ടാവും എന്ന് സാർ വിശ്വസിക്കുന്നു. യെസ്, നമ്മൾ ഈ കെമിസ്ട്രി സബ്ജക്റ്റിൽ, അതായത് SLC കെമിസ്ട്രി സബ്ജക്റ്റിൽ നമുക്ക് ടോട്ടൽ 7 ചാപ്റ്റേഴ്സ് ഉള്ളതിൽ അതിൽ ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും മക്കൾക്ക് അറിയാം ഓർഗാനിക് കെമിസ്ട്രിയാണ്. അതിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ മക്കൾ നെയിമിങ്ങും അതേപോലെ തന്നെ ഐസോമറിസവും പോലെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ്, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ആണ്. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റിയാക്ഷൻസ് ഉണ്ട്. അതായത് തുടക്കത്തിലുള്ള 2 റിയാക്ഷൻസ് ഉണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ തുടക്കത്തിലുള്ള 2 റിയാക്ഷൻ ആണ് പഠിക്കുന്നത്. പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന വീഡിയോസിലൊക്കെ സാറ് പറഞ്ഞു തരുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് റിയാക്ഷൻസ് പഠിച്ചാൽ മാത്രമാണ് മകൾക്ക് എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. തീർച്ചയായിട്ടും അതല്ലാണ്ട് ബൈഹാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ മകളെ, ഇതിൽ ആദ്യമായിട്ട് സാറ് ഒരുപാട് പറഞ്ഞു നീട്ടുന്നില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതായത് ആദേശ രാസപ്രവർത്തനത്തിലേക്കാണ് സാറ് പോകുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ മക്കൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? സാർ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നോക്കിയാടാ മക്കളെ, ആദ്യമായിട്ട് മക്കൾ നോക്കേണ്ടത് ഈ റിയാക്ഷൻ, അതായത് ഒരു ഓർഗാനിക് റിയാക്ഷൻ ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട്സിന് നടക്കുന്നതിനെ പറ്റിയാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എങ്ങനെയുള്ള ഹൈഡ്രോ കാർബൺസിനാ, എന്താ ഹൈഡ്രോ കാർബൺ? കാർബണും ഹൈഡ്രജനും മാത്രമുള്ള മീഥൈൻ, ഈഥൈൻ പോലെയുള്ള ആളുകളൊക്കെയാണ്. ഓക്കെ, എനിവേ, ആ ഹൈഡ്രോ കാർബൺസിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, അതായത് പൂരിത ഹൈഡ്രോ കാർബണുകളിൽ മാത്രം നടക്കുന്ന റിയാക്ഷൻ ആണ് ഏത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മക്കൾ കൃത്യമായി ഇത് ഓർത്ത് വെക്കണം. ഓക്കെ, എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? ആദേശ രാസപ്രവർത്തനം സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിൽ മാത്രമേ നടക്കൂ, അതായത് പൂരിത ഹൈഡ്രോ കാർബണിൽ മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, ഇനി എന്താ ഇതിനുള്ള കഥ എന്നുള്ളത് കൃത്യമായി സാറ് പറഞ്ഞുതരാം. മക്കൾ ഒരു എക്സാമ്പിൾ നോക്കിയടാ. ഇപ്പോ കാർബൺ അതിന്റെ 4 ബോണ്ടുകൾ സിംഗിൾ ബോണ്ടായിട്ട് ഹൈഡ്രജനുമായി പങ്കുവെച്ചിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണല്ലോ മക്കൾക്ക് അറിയാം. ഇതാണ് മീഥൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്, അല്ലടാ? മീഥൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. അപ്പോ ഇതിന്റെ ഉള്ളിലേക്ക് ക്ലോറിൻ മോളിക്യൂൾ വരികയാണ്. അപ്പൊ ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ മക്കൾക്ക് അറിയാം Cl2 ആണ്. എടാ, Cl2 എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ക്ലോറിന്റെ സിംഗിൾ ബോണ്ട് ക്ലോറിൻ എന്നാണ് നമ്മൾ പറയാറ്. അതായത് ക്ലോറിൻ സിംഗിൾ ബോണ്ട് ക്ലോറിൻ, ഇതാണ് Cl2 എന്ന് പറയുന്നത്. മക്കൾ ആലോചിച്ച് നോക്കി, ഈ ക്ലോറിന് ഈ കാർബണിന്റെ അടുത്തേക്ക് കയറാൻ കഴിയോ? ഇല്ല. അതിന്റെ കാരണം എന്താണ്? കാർബൺ ഇപ്പോ 4 ബോണ്ടുകളും ഫില്ലാണ്. അതാണല്ലോ സാച്ചുറേഷൻ അഥവാ പൂരിതമാവുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, കാർബൺ ആകെ 4 ബോണ്ടേ പറ്റുള്ളൂ, ആ 4 ബോണ്ടും ഫില്ലാണ്. അപ്പൊ ഇനിയുള്ളൊരു മാർഗം എന്താണ്? അതായത് ഇങ്ങോട്ട് വരുന്ന ക്ലോറിന് പകരം അങ്ങോട്ടൊരു ഹൈഡ്രജൻ പോവുക. ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാറ്? സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാ പറയാറ്. ഇതെവിടെ നമ്മൾ കാണാറുണ്ട്? പൊതുവെ ഫുട്ബോളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതായത് കളിച്ചോണ്ടിരിക്കുന്ന ഒരു പ്ലെയർ കയറുമ്പോൾ കളിക്കാതിരിക്കുന്ന ഒരു പ്ലെയർ ഇങ്ങോട്ട് ഇറങ്ങുക. അതേപോലെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഓക്കെ, ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ കയറുമ്പോൾ മറ്റൊരാൾ ഇറങ്ങി കൊടുക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ഒരാൾ ഇറങ്ങി കൊടുക്കേണ്ടി വന്നത് മക്കളെ? അത് പൂരിതമായതുകൊണ്ടാണ്, അതായത് സാച്ചുറേറ്റഡ് ആയതുകൊണ്ടാണ്. അതിന് എക്സ്ട്രാ ഇനി എടുക്കാനായിട്ട് സാധിക്കൂല. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ആ റിയാക്ഷന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും കിട്ടുക? മക്കൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെയും ഹൈഡ്രജൻ, ഇവിടെയും ഹൈഡ്രജൻ, ഇവിടെ എന്തായി മാറി? ക്ലോറിൻ ആയി മാറി. ഓക്കെ, അപ്പോ കൂടാതെ ഇവിടെ എന്തുണ്ടായിരിക്കും? ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും, ഒരു ഉപോൽപ്പന്നം ഉണ്ടായിരിക്കും. അതെങ്ങനെ ഉണ്ടാവുക? മക്കൾക്ക് അറിയാലോ, ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ക്ലോറിൻ ബാക്കിയുണ്ടല്ലോ, ആ ക്ലോറിനും ആ ഹൈഡ്രജനും കൂടി HCl ഗ്യാസ്, അതായത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആയിട്ട് മാറും. അപ്പൊ തീർച്ചയായിട്ടും മക്കൾക്ക് ഉണ്ടാവുന്ന കുറച്ച് ഡൗട്ടുകളാണ് സാറ് പറയുന്നത്. ഒന്ന്, സാറേ ഒരേ സമയം തന്നെ 2 ക്ലോറിനും കൂടി ഇതിന്റെ ഉള്ളിലേക്ക് പോയിക്കൂടെ? പറ്റൂല. ഒരു സമയത്ത് ഒരു ക്ലോറിൻ പോവുകയും അതിന് പകരമായിട്ട് ഒരു ഹൈഡ്രജൻ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി HCl ആവുകയും വേണം. അപ്പൊ ഇനിയും ക്ലോറിന് കയറണമെങ്കിൽ അടുത്ത ക്ലോറിൻ മോളിക്യൂൾ വേണം. എക്സാമ്പിൾ ആയിട്ട് സാറ് പറയാം. നോക്കിയാടാ, ഇപ്പോ ഇങ്ങനെയാണ്. ഇപ്പൊ ഒരു ക്ലോറിൻ ഓൾറെഡി ആയി. ഇപ്പൊ നമ്മൾ ക്ലോറോമീഥൈൻ നമ്മൾ അതിന് വിളിക്കാം, അല്ലെ? ഒരു ക്ലോറിൻ ഓൾറെഡി ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഇനിയും ഒരു ക്ലോറിനും കൂടി വരണമെങ്കിൽ നമ്മൾ വേറെ ക്ലോറിൻ തന്മാത്ര, അതായത് Cl2 കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ഹൈഡ്രജനും ഇതുപോലെ പോകും. നമുക്ക് ഈ ഹൈഡ്രജന് ഇനി നോട്ട് ചെയ്യാം. മക്കൾക്ക് അടുത്ത ഡൗട്ട്, സാർ ഏത് ഹൈഡ്രജൻ ഒഴിവാക്കണം എന്നുള്ളതിന് വല്ല ഓർഡർ ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളതിന് ഒഴിവാക്കാം. നമ്മളൊരു ഓർഡറിൽ ഇങ്ങനെ കീപ്പ് ചെയ്താൽ നല്ലതാണെന്നുള്ളൂ. ഓക്കെ, അപ്പൊ മക്കളെ നോക്കിയടാ, ഈ റിയാക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. മക്കളെ നോക്ക്, ഇവിടെ ഓൾറെഡി ക്ലോറിൻ ഉണ്ട്, നേരത്തെ വന്ന ക്ലോറിൻ ആണ്. ഇവിടെ ഇപ്പൊ ക്ലോറിൻ കയറി വന്നു. ഏതാണ്? ഈ ക്ലോറിൻ ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ഈ ഹൈഡ്രജൻ പോകുന്നു എന്ന് മക്കൾ കരുതാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ 2 ഹൈഡ്രജൻ ബാക്കി. ഓക്കെ,
പ്ലസ് എന്തുണ്ടായിരിക്കും HCl ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ കാണുന്ന ഇപ്പൊ ഇവിടെ 2 ക്ലോറിനായി മാറി, ഇനി 2 ഹൈഡ്രജനും കൂടിയുണ്ട്. അപ്പൊ ഇനി 2 സ്റ്റെപ്പ് കൂടി ഈ റിയാക്ഷന് പോസിബിൾ ആണ്. അപ്പോ ഒരു ഹൈഡ്രോ കാർബൺ, ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിന്റെ കയ്യിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതായത് ആദേശ രാസപ്രവർത്തനം അതിന് നടത്താനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഐഡിയ മക്കൾ വെക്കണം കേട്ടോ. ഇനി വേറെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. എടാ CH3 എന്ന് പറയുമ്പോൾ മക്കൾക്ക് അറിയാം ഇതെന്താണ്, ഈഥൈൻ ആണ്. തീർച്ചയായിട്ടും സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് മക്കൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അത് സാച്ചുറേറ്റഡ് ആണ്, പൂരിതമാണ്. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് ക്ലോറിൻ വരികയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ക്ലോറിൻ വരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളിപ്പോ ഇങ്ങനെ നീട്ടിപ്പരത്തി എഴുതുന്നില്ല, ഷോർട്ടാക്കി എഴുതാം. ഈ ക്ലോറിനിൽ ഒരു ക്ലോറിൻ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ഹൈഡ്രജൻ തിരിച്ചങ്ങോട്ട് പോകണം. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഡൗട്ടാണ്, ഈ ഹൈഡ്രജൻ ആണോ പോവുക അല്ലെങ്കിൽ ഈ ഹൈഡ്രജനാ പോവുക? തീർച്ചയായിട്ടും അതിൽ ഏതെങ്കിലും ഒന്ന് പോയാൽ മതി കേട്ടോ. അപ്പൊ മക്കളെ സാർ എഴുതുന്നത് ശ്രദ്ധിച്ചോ. ആദ്യത്തേത് CH3 അങ്ങനെ തന്നെ എഴുതി. സാറ് രണ്ടാമത്തെ കാർബണിൽ നിന്നാണ് ഹൈഡ്രജൻ ഒഴിവാക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോ ഇവിടേക്ക് ഒരു ക്ലോറിൻ കയറുകയും അതിന് പകരം ഒരു ഹൈഡ്രജൻ പോവുകയും ആണല്ലോ അല്ലേ. അപ്പൊ മക്കളെ ആ പോയ ഹൈഡ്രജനും ക്ലോറിനും HCl എന്താ, വളരെ സിമ്പിൾ ആണെടാ. ഇതിലുള്ള ഒരു ക്ലോറിൻ ഇങ്ങോട്ട് കയറി, ഇതിലുള്ള ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് പോയി. അപ്പൊ ഇത് എവിടെയൊക്കെയാണ് നടക്കുക? സാർ ആദ്യം പറഞ്ഞ പോയിന്റ് മക്കൾ മറക്കരുത്. ഏതാണ്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിലാണ് ഇത് നടക്കുക. പ്ലസ് പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് മലയാളത്തിൽ പറയും. പിന്നെ അതിന്റെ വേണ്ട ഐഡിയ എന്താണ്? എല്ലാ സ്ഥലത്തും നടക്കുന്നത് ഹൈഡ്രജൻ പോവുകയും അതിന് പകരം ഒരാൾ കയറി വരികയാണ് ചെയ്യുന്നത്. ഇവിടെ അത് മാറ്റം ഉണ്ടാവരുത്, മറന്നു പോകരുത്. പിന്നെ നമ്മൾ ക്ലോറിനെ ചേർക്കുന്ന സമയത്ത് ക്ലോറിന്റെ ബോണ്ട് പൊട്ടാൻ വേണ്ടിയിട്ട് എന്ത് ആവശ്യമുണ്ടെന്ന് അറിയോ? സൂര്യപ്രകാശം, അതായത് സൺലൈറ്റ് ആവശ്യമായിട്ട് വരാറുണ്ട്. എന്തിനാ സാറ് ബോണ്ട് പൊട്ടിക്കുന്നത്? ആ ബോണ്ട് പൊട്ടിയാലല്ലേ ക്ലോറിൻ അങ്ങോട്ട് വരാനായിട്ട് സാധിക്കുള്ളൂ. സോ സിമ്പിളി ഇത്രയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. സാറ് പറഞ്ഞ പോയിന്റ് മെയിൻ ആയിട്ട് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓർത്തു വെക്കുക, ഒന്ന് പൂരിത ഹൈഡ്രോ കാർബണിലെ ഈ റിയാക്ഷൻ നടക്കുകയുള്ളൂ, അതായത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിലെ ഈ റിയാക്ഷൻ നടക്കുകയുള്ളൂ. പിന്നെ ഈ റിയാക്ഷന്റെ ഒരു ഐഡിയ എന്താണ്? ഒരു സമയത്ത് ഒരു ഹൈഡ്രജൻ പുറത്തു പോവുകയും അതിന് പകരം ഒരാൾ കയറി വരികയും ചെയ്യുന്ന റിയാക്ഷൻ ആണ് എന്ത്? നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് റിയാക്ഷൻ ഏതാണ് നോക്കാം നമുക്ക്. അതാണ് അഡീഷൻ റിയാക്ഷൻ. അപ്പോ ഇതിന്റെ പോയിന്റുകൾ എന്തൊക്കെയാ സാറ് പഠിക്കേണ്ടത് നോക്കാം നമുക്ക്. മക്കളെ ഇവിടെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിനാണ് ഇത് നടക്കുക. അതാണ് മാറ്റം കേട്ടോ. എന്താണ്? അപൂരിത ഹൈഡ്രോ കാർബണുകളിലാണ് അഡീഷൻ റിയാക്ഷൻ നടക്കുക. അപ്പൊ എന്താണ് ഇതും നേരത്തെ ഉള്ളതും തമ്മിൽ മാറ്റം? നേരത്തെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിലാണ് നടക്കുന്നതെങ്കിൽ ഇവിടെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിലാണ് എന്ത് നടക്കുന്നത്? ഈ അഡീഷൻ റിയാക്ഷൻ അഥവാ അഡീഷൻ പ്രവർത്തനം നടക്കുന്നത്. അപ്പോ എന്തൊക്കെയാ അതിന്റെ മാറ്റങ്ങൾ എന്നൊക്കെ സാറ് പറഞ്ഞുതരാം കേട്ടോ. മക്കൾ നോക്കിയാടാ, ഇപ്പൊ ഈ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാറ് മീഥൈൻ വരയ്ക്കാന്ന് വിചാരിച്ചോ. മീഥൈൻ വരയ്ക്കാം. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ഹൈഡ്രജൻ വരികയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഹൈഡ്രജൻ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ? ഇല്ല. അതിന്റെ കാരണം എന്താണ്? ഇതിന്റെ ഉള്ളിൽ ഇനി സ്പേസ് ഇല്ല. അതായത് സ്പേസ് മീൻസ് ഇതിന് ബോണ്ട് ഉണ്ടാക്കാൻ കാർബണ് ഇല്ല, ബാക്കിയില്ല. കാരണം 4 ബോണ്ട് ഉള്ളതിൽ കാർബണിന്റെ 4 ബോണ്ടോടെ ഫില്ല, സാച്ചുറേറ്റഡാ. എന്നാൽ നമുക്ക് ആ കളി ഒന്ന് മാറ്റി പിടിക്കാം. നോക്കിയ മക്കളെ, ഇവിടെ നിങ്ങൾക്കൊരു വേറൊരു ചാൻസ് സാറ് പറഞ്ഞുതരാം. ഇപ്പൊ കാർബണും വേറൊരു കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ട് എന്ന് വിചാരിച്ചോ. അപ്പൊ അൺസാച്ചുറേറ്റഡ് ആയി അല്ലെ. ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന കേട്ടോ, അൺസാച്ചുറേഷനും സാച്ചുറേഷനും ഒക്കെ. അപ്പൊ മക്കളെ ബാക്കി 2 ബോണ്ടിലാണ് ഇവിടെ ഹൈഡ്രജൻ ഉള്ളത് എന്ന് മക്കൾ കരുതുക. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഈ സമയത്താണ് പുറമെ നിന്ന് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ വരികയാണ്. അപ്പൊ ഹൈഡ്രജൻ മോളിക്യൂൾ വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? 2 ഹൈഡ്രജൻ ആറ്റങ്ങളാ. H2 എന്ന് പറഞ്ഞാൽ എന്താ? H സിംഗിൾ ബോണ്ട് H. ഓക്കെ, 2 ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ സമയത്ത് ഇവിടെ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ മക്കളെ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ 2 ഹൈഡ്രജനുകൾ വരുമ്പോൾ ഒരിക്കലും ഇവിടെയുള്ള ഒരു ഹൈഡ്രജന് പുറത്തേക്ക് പോയിട്ട് വേണ്ട വേറെ ഹൈഡ്രജന് കയറാൻ. അതെന്താ കാരണം? ഒരു കാർബണ് മാക്സിമം എത്ര ആളുകളുമായി കൂട്ടുകൂടാൻ പറ്റും? 4 ആളുകളുമായി കൂട്ടുകൂടാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ ഒരു കേസ് ആലോചിച്ച് നോക്കിയേ. ഈ കാർബണ് 1, 2 പിന്നെ ഈ കാർബൺ, അങ്ങനെ 3 ആളുകളെ ചുറ്റുള്ളൂ. മനസ്സിലായില്ല മക്കളെ? നോക്കണേ മക്കളെ, ഈ ഒരു കാർബൺ, ഈ റൗണ്ട് ചെയ്ത കാർബണിന് ചുറ്റും ആരൊക്കെയാ ഉള്ളത് നോക്കിയ മക്കള്. സാർ ഇത് അവിടെ അടയാളപ്പെടുത്തി തരാം. ഈ ഹൈഡ്രജൻ പിന്നെ ഈ കാർബൺ, അങ്ങനെ 3 ആളുകളുമായിട്ടല്ലേ ഇവൻ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അതായത് ഒരു ചാൻസ് ഉണ്ട് 4മതൊരാളുമായിട്ട് കൂട്ടുകൂടാൻ. കാരണം കാർബണിന്റെ കപ്പാസിറ്റി 4 ആണ്. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഈ ബോണ്ട് ഉണ്ടാക്കിയതിൽ ഒരു ബോണ്ട് പൊട്ടിക്കണം. അപ്പൊ ഒരു ബോണ്ട് പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ബോണ്ടാന്ന് വിചാരിച്ചോ. ഒരു ബോണ്ട് പൊട്ടുമ്പോൾ തന്നെ 2 വാക്കൻസി അവിടെ വരുന്നുണ്ട്. മക്കൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് പൊട്ടുമ്പോൾ തന്നെ 2 വാലൻസി അവിടെ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മക്കളെ ഈ ഒരൊറ്റ ബോണ്ട് ഞാനിവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ
ഈ കാർബൺ ഒരു വാലൻസിയും ഈ കാർബൺ ഒരു വാലൻസിയും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യും, അറ്റ് എ ടൈം ആ ഒരു സമയത്ത് തന്നെ 2 ഹൈഡ്രജനും വരും. നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത്. നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, യെസ്, ഇവിടെ നോക്കിയടാ, ഇവിടെ നമ്മൾ ഈ കാർബൺ വരച്ചു. ഇനി സിംഗിൾ ബോണ്ടേ ഉള്ളൂ, കാരണം ഒരു ബോണ്ട് നമ്മൾ പൊട്ടിച്ചല്ലോ. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ഉള്ള ആദ്യമുള്ള കാര്യങ്ങളൊക്കെ സാർ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഡബിൾ ബോണ്ടിനെ നമ്മൾ ഇന്ന് ചുവപ്പ് കളറിൽ വരയ്ക്കാം. അപ്പൊ ഈ പൊട്ടിയിട്ടുള്ള ഈ ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ, ആ ഡബിൾ ബോണ്ടിനെ സാർ എന്ത് ചെയ്യാൻ പോവാണ്, ഇതാ ഒരു കഷ്ണം ഇവിടെയുണ്ട്, ഒരു കഷ്ണം ഇവിടെയുണ്ട്. അതെന്താ കാരണം മക്കളെ, ഡബിൾ ബോണ്ട് പൊട്ടുന്ന സമയത്ത് എങ്ങനെയാ ഉണ്ടാവുക മക്കൾക്ക്, ഇതാ ഇങ്ങനെ പൊട്ടുമ്പോ 2 കാർബണും ഓരോ വാലൻസി കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി എന്താ ഇവിടെ ഉള്ളത്, 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. അപ്പൊ അതിലൊരു ഹൈഡ്രജൻ ഇവിടെയും വരും, ഒരു ഹൈഡ്രജൻ ഇവിടെയും വരും. മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഈ കോമ്പൗണ്ടിന്റെ പേരെന്തായിരുന്നു മക്കളെ, ഈ കോമ്പൗണ്ടിന്റെ പേരാണ് ഈഥീൻ എന്നായിരുന്നു ഇതിന്റെ പേര്. അപ്പോ അത് സിംഗിൾ ബോണ്ട് ആയി മാറുമ്പോൾ നിങ്ങൾക്ക് അതിനെ പേരിടാൻ മക്കൾക്ക് അറിയാവുന്നതാണ്, ഈഥൈൻ ആയി മാറി. അപ്പോ വേറൊരു മാറ്റം എന്താ, ഈഥൈൻ ആവുക എന്ന് പറയുന്നതിനപ്പുറം ഇത് അൺസാച്ചുറേറ്റഡ് ആയിരുന്നു അല്ലടാ, ഇത് അൺസാച്ചുറേറ്റഡ് ആയിരുന്നു, അതായത് അപൂരിതമായിരുന്നു. പക്ഷെ ഇപ്പുറത്തേക്ക് വന്നപ്പോ അത് എന്തായി മാറി, സാച്ചുറേറ്റഡ് ആയി മാറി. എന്തായി മാറി, സാച്ചുറേറ്റഡ് ആയി മാറി. അപ്പൊ ഈ തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ അഡീഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ മാത്രമേ സാർ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ അസ്ത്ര ബാച്ചിൽ ഒരുപാട് എക്സാമ്പിൾസും ഒരുപാട് എക്സ്പ്ലനേഷൻസും നമ്മൾ കൊടുത്തിട്ടുണ്ട്, അസ്ത്ര ബാച്ചിലുള്ള മക്കൾക്ക് അറിയാം. അപ്പൊ തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് സാർ ഇപ്പൊ ചർച്ച ചെയ്ത് പോകുന്നത്. വരും വീഡിയോകളിൽ ഇതിന്റെ അടുത്ത റിയാക്ഷൻസ് ഒക്കെ സാർ പറയും. പിന്നെ നമ്മൾ ലിമിറ്റഡ് ടൈം മാത്രമാണ് നമുക്ക് യൂട്യൂബ് വീഡിയോസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ മക്കൾക്കുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ മക്കൾ ഇവിടെ കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അസ്ത്ര 2.0 ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കും. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താഴെ സ്ക്രോളിലുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു പേടിയും പേടിക്കേണ്ട. അസ്ത്ര 1.0 കുട്ടികളോട് നിങ്ങൾ ചോദിച്ചാൽ മതി എങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത്, എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ്സുകൾ പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ സാർ കൺക്ലൂഡ് ചെയ്യാനടാ, 2 ടൈപ്പ് റിയാക്ഷൻസ് ആണ് സാർ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. മക്കൾ മറക്കരുത്, ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, മറ്റൊന്ന് അഡീഷൻ റിയാക്ഷൻ. അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാ, ആർക്കാ ഇത് നടക്കുക, എങ്ങനെയൊക്കെ ഇത് നടക്കുക എന്നുള്ളതാ. വളരെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ആപ്പിലും മറ്റൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞ് കുട്ടികൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് സാർ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി സാർ പറഞ്ഞോട്ടെ, കൃത്യമായി തുടക്കം മുതൽക്ക് തന്നെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു പോയിക്കോ മക്കളെ. നിങ്ങൾ ട്രിക്കും ടിപ്പും പാട്ടും കളിയും മാത്രമായി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയല്ല. അതൊക്കെ ആവാം, അതൊക്കെ നിങ്ങൾക്ക് അവസാന സമയത്തേക്ക് ആവാം. നിങ്ങൾ തുടക്കത്തിൽ തന്നെ ട്രിക്ക് എന്താ ടിപ്പ് എന്താ എന്ന് തേടിപ്പോകരുത്. കാരണം അങ്ങനെ തേടിപ്പോയത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ വർഷത്തെ എക്സാമുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ആൻസർ ചെയ്യാൻ കഴിയാതെ പോയത്. എക്സാം പാറ്റേൺ ഒക്കെ കിടിലനായി വരികയാണ്. ടഫ് ആവുകയാണെന്നുള്ള വേർഡല്ല നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, അടിപൊളിയായി വരികയാണ്. സോ ഏത് പാറ്റേൺ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ എന്താണ് ആ കാര്യം എന്നുള്ള ഡീറ്റെയിലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും. എല്ലാവിധ ഹെൽപ്പും സാറും മറ്റും ഒക്കെ തരുന്നുണ്ട്. സൈലം നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ മക്കളെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടണേ. താങ്ക് യു. സൈനിങ് ഓഫ്.